സാർ, ടീച്ചർ നിയമന കുംഭകോണം ബംഗാളിൽ നടന്നത്, അതിലിപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും മമതാ ബാനർജിക്ക് വലിയ തിരിച്ചടി കിട്ടി. BJP നേതാക്കൾ പ്രസ് മീറ്റ് വിളിച്ച് ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ കേന്ദ്രം ഒരു പണി കൊടുത്തതാണ് മമതാ ബാനർജിക്ക് എന്ന് പറയാൻ പറ്റുമോ? കേന്ദ്രം പണി കൊടുക്കാൻ പോണു എന്നാണ് പറയേണ്ടത്. കേന്ദ്രമല്ലല്ലോ പണി കൊടുത്തത്, സുപ്രീം കോടതിയല്ലേ ഇപ്പോൾ പണി കൊടുത്തിരിക്കുന്നത്. ഹൈക്കോടതി പണി കൊടുത്തു, സുപ്രീം കോടതിയും പണി കൊടുത്തു. കേന്ദ്രം ഇനി എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഉറ്റുനോക്കുന്ന ഘട്ടമാണിത്. കാരണം എന്താണെന്ന് വെച്ചാൽ BJP നേതാക്കൾ സംബിത് പാത്ര ഇന്ന് ഡൽഹിയിൽ, മറ്റേ സുവേന്ദു അധികാരി, സുഗാന്തം മജുംദാർ, അവരൊക്കെ BJP നേതാക്കള്. അതിലൊരാൾ കേന്ദ്ര സഹമന്ത്രിയാണ് മജുംദാർ, സുഗാന്തം മജുംദാർ. ഇവര് കൽക്കട്ടയിലും കൊൽക്കത്ത പത്രസമ്മേളനങ്ങൾ നടത്തി. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ഇവരെ ജയിലിലേക്കാണ് അയക്കേണ്ടത്, കാരണം ഇവർക്കാണ് ഉത്തരവാദിത്തം. കുംഭകോണമാണ് ഇത്, SSC കുംഭകോണം എന്ന് പറയുന്നത്. അവിടെ സ്റ്റേറ്റ് സ്കൂൾ സർവീസ് കമ്മീഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. സ്കൂളുകളിലേക്കുള്ള നിയമനങ്ങൾ, അധ്യാപകരുടേതും അനധ്യാപകരുടേതും, അത് ഈ സ്റ്റേറ്റ് സ്കൂൾ സർവീസ് കമ്മീഷനാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത 25,753 അധ്യാപകരും അനധ്യാപകരുമായവരുടെ നിയമനം റദ്ദാക്കി. ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു പശ്ചിമ ബംഗാളിലെ. അത് റദ്ദാക്കിയത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് മമതാ ബാനർജി സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്തു. ആ അപ്പീല് റദ്ദാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. കൽക്കട്ട ഹൈക്കോടതിയുടെ വിധി ശരിവെച്ചു സുപ്രീം കോടതി. അതിലൊരു കാര്യം സുപ്രീം കോടതി റദ്ദാക്കി, അതായത് ഈ ടീച്ചർമാർ കോഴ കൊടുത്ത് ഈ നിയമനം കിട്ടിയ ടീച്ചർമാർ വാങ്ങിച്ച ശമ്പളം തിരിച്ചടയ്ക്കണം എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. അത് തിരിച്ചടയ്ക്കേണ്ടതില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അത്രയും കാലം പഠിപ്പിച്ചാണല്ലോ. അതെ. അപ്പോൾ അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇത് 2016 നടന്നതാണ്. 2016 25,753 പേരെ ഇങ്ങനെ കുംഭകോണം വഴി നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ 3 മാസത്തിനകം പുതിയ നിയമനങ്ങൾ നടത്തണം എന്ന് സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ട്. മര്യാദയ്ക്ക് പരീക്ഷ നടത്തിയിട്ട്, തല്ലിപ്പൊളി പരീക്ഷയാണ് കഴിഞ്ഞോണം നടത്തിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഉത്തരക്കടലാസ് ബ്ലാങ്കായിട്ട് ഒന്നും എഴുതാതിരുന്നവരുടെയൊക്കെ, ഇപ്പം രാമൻകുട്ടി എന്ന് പറഞ്ഞൊരാൾ കാശ് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി പാർത്ഥ ചാറ്റർജി, അയാൾ ഇതിലൊരു പ്രധാനപ്പെട്ട പുള്ളിയാണ്, കാശ് മേടിച്ച ആൾ, കോഴ. അപ്പോൾ അയാൾക്ക് രാമൻകുട്ടി എന്ന് പറഞ്ഞൊരാൾ കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ രാമൻകുട്ടിയോട് അയാൾ പറഞ്ഞിരിക്കുന്നത്, താൻ മറ്റേ എക്സാം ഹോളിൽ പോയിരുന്നോ, ഒന്നും എഴുതണ്ട, പേപ്പറിലൊന്നും എഴുതണ്ട, അതിൻ്റെ നമ്പറും ഒക്കെ കൊടുത്ത് ഞങ്ങൾക്ക് തന്നാൽ മതി, ഞങ്ങൾ വേറൊരു ഉത്തരക്കടലാസ് അതിനകത്ത് വെച്ചോളാം. അങ്ങനെയാണ് ഒരുപാട് കാര്യങ്ങൾ അവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ കരിനിഴലിൽപ്പെട്ട മറ്റേ ജോലി കിട്ടിയ ആളുകളുണ്ടല്ലോ, മത്സരാർത്ഥികൾ, ഉദ്യോഗാർത്ഥികൾ, അവരുടെ ശമ്പളം മുടക്കേണ്ടതില്ല എന്ന് ഉത്തരവിലുണ്ട്. അപ്പോൾ സഞ്ജീവ് ഖന്ന ചീഫ് ജസ്റ്റിസ്, പിന്നെ PV സഞ്ജീവ് കുമാർ, അവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. മാനിപ്പുലേഷനും ഫ്രോഡും ആണ് ഇതിൽ നടന്നിരിക്കുന്നതെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. തട്ടിപ്പ്, ശുദ്ധ തട്ടിപ്പ് ആണ് നടന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ശുദ്ധ തട്ടിപ്പും തെമ്മാടുത്താണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് അങ്ങോട്ട് ചോദിച്ചു വാങ്ങിച്ച അടിയാണിത്. കാരണം അപ്പീൽ കൊടുത്തിട്ട് മേടിച്ചാണല്ലോ. അതെ. അപ്പോൾ അല്ലെങ്കിൽ ഹൈക്കോടതി വിധി പ്രകാരം ഇത് റദ്ദാക്കിയിട്ട് പുതിയ പരീക്ഷ നടത്തി അവിടെ ആളുകളെ വെച്ചാൽ മതിയായിരുന്നു. ഇത് സുപ്രീം കോടതിയിൽ നിന്നും കൂടി അടിമേടിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ വീണ്ടും 6 കൊല്ലത്തിന് ശേഷം ഇത് വീണ്ടും ശ്രദ്ധയിൽ വന്നു. അപ്പോൾ ഹൈക്കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. CBIക്ക് അന്വേഷിക്കാം എന്ന് സുപ്രീം കോടതിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ കയ്യിലേക്ക് വരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. പ്രശ്നം CBI അന്വേഷിക്കാൻ പോവാണല്ലോ. അപ്പോൾ കേന്ദ്രം പിടിച്ചപ്പോൾ മുഖ്യമന്ത്രിമാര് ഇപ്പോൾ ഡൽഹിയിലെ മുഖ്യമന്ത്രി ജയിലിൽ പോയില്ലേ, ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി പോയില്ലേ അല്ലേ? അപ്പോൾ ഒരു മുഖ്യമന്ത്രിയും കൂടി പോകാൻ പോകുന്നു ജയിലിലേക്ക്. എന്താ സംശയം? CBIയുടെ കയ്യിലേക്ക് വരികയല്ലേ. അപ്പോൾ ഏപ്രിൽ 4 ശേഷം കൂടുതൽ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് വാദം കേൾക്കും. ഇപ്പം ഈ അപ്പീൽ തള്ളിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ നിയമനത്തിൽ ക്രമക്കേടുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറേ അപേക്ഷാർത്ഥികൾ കൊണ്ടുപോയി കൊടുത്ത കേസിലാണ്. ബാക്കി കേസുകളിലുമൊക്കെ ഈ CBI കേസ് ഉണ്ടല്ലോ, ഹൈക്കോടതി ഉത്തരവിട്ട അത്തരം കാര്യങ്ങളിൽ ഏപ്രിൽ 4 വാദം കേൾക്കും. അപ്പോൾ ഒരു CBI ഉത്തരവ് തന്നെ സുപ്രീം കോടതി പറയുകയാണെങ്കിൽ ഇത് കേന്ദ്രത്തിൻ്റെ കോർട്ടിലേക്ക് വരികയാണ് മമത ഉത്തരം പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഈ പത്രസമ്മേളനങ്ങൾക്ക് പ്രാധാന്യം വരുന്നത്. OMR ഷീറ്റ് നേരത്തെ പറഞ്ഞില്ലേ, ഉത്തരക്കടലാസ്, അതിൽ പിന്നെ റാങ്ക് ജമ്പിങ്, ചെറിയ റാങ്ക് കിട്ടിയ ആളുകളെയൊക്കെ മുകളിലേക്ക് ഉയർത്തുന്ന പരിപാടിയും ഈ കുംഭകോണത്തിൻ്റെ ഭാഗമായിട്ട് നടന്നു. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ സ്കൂളുകൾ, സർക്കാർ നടത്തുന്ന സ്കൂളുകൾ, ഗവൺമെൻറ് സ്കൂളുകളും പിന്നെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളും അവയിലേക്കായിരുന്നു ഈ നിയമനം നടത്തിയിരുന്നത്. 23 ലക്ഷം ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതി. 23 ലക്ഷം പേര് ഇതിനു വേണ്ടി. ഇത്തരം പോസ്റ്റ് ഉണ്ടല്ലോ. അന്ന് പറഞ്ഞിരുന്നത് 24,640 പോസ്റ്റ് എന്നാണ്. പക്ഷെ നിയമിച്ചത് 25,753. നോട്ടിഫൈ ചെയ്തതിനേക്കാൾ കൂടുതൽ 10,200 ആളുകൾ കൂടുതൽ വന്നിട്ടുണ്ട്. 25,753 നിയമന കത്തുകളാണ് പോയത്. അപ്പൊ ഹൈക്കോടതി പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 24,640 ആണല്ലോ നോട്ടിഫൈ ചെയ്തത്. അതിനേക്കാൾ കൂടുതൽ നിയമിച്ച ആളുകൾ, കൂടുതൽ വന്നവര്, പിന്നെ അവസാന തീയതി കഴിഞ്ഞിട്ടും കുറെ ആളുകളെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾ, പിന്നെ ഈ ബ്ലാങ്ക് OMR ഷീറ്റുകാർ, ഉത്തരക്കടലാസ് ഒന്നും എഴുതാത്ത ആളുകൾ, ഇവർക്ക് നിയമനം കിട്ടിയിട്ടുണ്ടല്ലോ, അവർ 12% പലിശയോടുകൂടി വാങ്ങിച്ച ശമ്പളം തിരിച്ചടക്കണം എന്നാണ് ഹൈക്കോടതി ഉത്തരവുണ്ടായിരുന്നത്. അതാണ് വേണ്ട എന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അന്ന് മന്ത്രി പാർത്ഥ ചാറ്റർജി, പിന്നെ TMCയുടെ തൃണമൂലിൻ്റെ MLA മണിക് ഭട്ടാചാര്യ, ജീവൻ കൃഷ്ണ സാഹ 2 MLA ഒക്കെ അറസ്റ്റിലായിരുന്നു. അതിൻ്റെ കൂടെ അർപ്പിത മുഖർജി എന്ന് പറഞ്ഞിട്ട് ജൂനിയർ ആർട്ടിസ്റ്റ്, സിനിമയിലെ സഹനടി എന്നൊക്കെ പറയാവുന്ന അങ്ങനെ ഒരു നടിയും, അത് ഈ പാർത്ഥ ചാറ്റർജി എന്ന് പറഞ്ഞ മന്ത്രിയുടെ വെപ്പാട്ടിയായിരുന്നു. അവരുടെ 2 ഫ്ലാറ്റുകളിൽ നിന്നാണ് ഈ പാർത്ഥ ചാറ്റർജി മേടിച്ചു കൊടുത്ത ഫ്ലാറ്റുകളാണെന്നാണ് വിവരം. ആ 2 ഫ്ലാറ്റുകളിൽ നിന്നായിട്ട് 50 കോടി രൂപയുടെ ക്യാഷ് അന്ന് റെയ്ഡിൽ കണ്ടെത്തിയിരുന്നു. അത് 50 കോടി ക്യാഷ്, 5 കിലോ സ്വർണ്ണക്കട്ടികൾ, അത് അർപ്പിത മുഖർജിയുടെ ഫ്ലാറ്റുകളിൽ നിന്ന് 2022 ജൂലൈ 23 അവരെ അറസ്റ്റ് ചെയ്ത ശേഷം 10 ട്രങ്കുകളിലായിരുന്നു ഈ ക്യാഷ്. പെട്ടിയില്ല, ഇരുമ്പ് പെട്ടി, 10 ട്രങ്കുകളിൽ ആയിരുന്നു ഈ ക്യാഷ്. 50 കോടി രൂപ 2 ഫ്ലാറ്റുകളിൽ നിന്ന്. ഒരു ഫ്ലാറ്റിൽ 21 കോടി ഉണ്ടായിരുന്നു, 2 കോടി രൂപയുടെ സ്വർണ്ണക്കട്ടിയും ഉണ്ടായിരുന്നു. അർപ്പിതയുടെ ഈ ഒരു ഫ്ലാറ്റിൽ നിന്ന് 40 പേജുള്ള ഒരു ഡയറി കിട്ടി. അപ്പോൾ അതിൻ്റെ അകത്ത് വേറെയും കുറേ വിവരങ്ങളുണ്ട് എന്നാണ് കരുതുന്നത്. പക്ഷെ അന്വേഷണമൊക്കെ നടത്താൻ പറ്റിയിരുന്നില്ലല്ലോ ഈ കേസുകൾ നടക്കുന്നത് കൊണ്ട്. അപ്പോൾ ഏപ്രിൽ 7 ജോലി നഷ്ടപ്പെട്ട്, ഇപ്പോൾ സുപ്രീം കോടതി വിധിയും കൂടി വന്നതോടുകൂടി ജോലി നഷ്ടപ്പെടുമല്ലോ. ആ ജോലി നഷ്ടപ്പെടുന്നവരുടെ യോഗം വിളിച്ചിട്ടുണ്ട് ഏപ്രിൽ 7 മമത. എന്തൊരു മുഖ്യമന്ത്രിയാണെന്ന് നോക്കൂ. ഇവിടെ അഴിമതിയിലൊക്കെ പെട്ടിട്ട് ആളുകളുടെ ജോലി പോയാൽ അങ്ങനെ ഉള്ള ആളുകളുടെ യോഗം മുഖ്യമന്ത്രി വിളിക്കുമോ? അല്ലേ? അങ്ങനെ വിളിച്ചിട്ടുണ്ട്. അവർക്ക് ജോലി കൊടുക്കാം എന്ന് പറഞ്ഞ് ഉറപ്പൊക്കെ കൊടുക്കാൻ പോവുകയാണ്. എന്നിട്ട് മമത പറഞ്ഞു, ഒരു ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് പണം കിട്ടിയാൽ ആ ജഡ്ജിയെ ട്രാൻസ്ഫർ ചെയ്യുക ചെയ്യുന്നത്. പക്ഷെ ഇവിടെ മറിച്ചാണ്, ഒരു ടീച്ചറാണെങ്കിൽ ജോലി പോവുകയാണ്. ഇത് ഇരട്ടത്താപ്പാണ് എന്നാണ് മമതയുടെ വാദം. അപ്പം 3 മാസത്തിനകം പുനർനിയമനം വരും. മന്ത്രിക്ക് പുറമെ മുൻ ഈ SSC ജീവനക്കാർ ശാന്തി പ്രസാദ് സിൻഹ, സുബിലേഷ് ഭട്ടാചാര്യ, പിന്നെ ഈ 2 MLA ഒക്കെ ഇതിൻ്റെ അകത്ത് അറസ്റ്റിലായിട്ടുണ്ട്. വേറെയും കുറേ ആളുകൾ അറസ്റ്റിലായിട്ടുണ്ട്. 10-20 പേര് അറസ്റ്റിലായിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. കാരണം വലിയ കുംഭകോണമാണല്ലോ, ഒരുപാട് ആളുകൾ അറിഞ്ഞു ചെയ്യുന്നതാണിത്. പിന്നെ ഇതിൽ അറസ്റ്റിലായ ഒരാൾ രാജീവ് ഡേ എന്ന് പറഞ്ഞ ആൾ
പാർത്ഥ ചാറ്റർജി മന്ത്രിയായിരുന്ന വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ച് പോയി, ജയിലിലാണ്. പാർത്ഥ ചാറ്റർജിയുടെ സുഹൃത്തായ ഒരു ബിൽഡർ, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ രാജീവ് ഡേ, അയാളും അറസ്റ്റിലായി. ഈ പാർത്ഥ ചാറ്റർജിക്ക് കിട്ടിയിരുന്ന പണം കോഴ അത് ഈ രാജീവ് ഡേയുടെ കമ്പനി ഈ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിൽ നിക്ഷേപിച്ചിരുന്നു എന്ന് കണ്ടെത്തി. അങ്ങനെയാണ് ശ്രീറാം കൺസ്ട്രക്ഷൻസ് എന്നാണ് അയാളുടെ പേര്, മറ്റേ കമ്പനിയുടെ പേര്, ഈ നിർമ്മാണ കമ്പനി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ മമതയുടെ ഭരണം അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴാണെങ്കിൽ ഹിന്ദുക്കളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരു സന്യാസിയെ കഴിഞ്ഞ ദിവസം ആക്രമിച്ചിട്ടുണ്ട് അവിടെ. മറ്റേ ക്ഷേത്രങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ നടക്കുന്നു. രാമനവമി കാലത്ത് എന്തൊക്കെയാണ് സംഭവിക്കുക എന്നൊരു പിടിപാടും ഇല്ല. ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു CBI അന്വേഷണം ഉടൻ ഇതിൽ വരും. അങ്ങനെയാണെങ്കിൽ അവരെയും നമുക്ക് ജയിലിൽ കാണാം. ഇപ്പൊ തിരിച്ചടികളുടെ ഒരു കാലമാണ് മമതയെ സംബന്ധിച്ച് ഇപ്പൊ കാത്തിരിക്കുന്നതെന്ന് പറയാം. അതെ, അങ്ങനെ നമുക്ക് അത് കരുതാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.